നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടം ചൂടുപിടിക്കുമ്പോൾ നിലമ്പൂരിൻ്റെ ചരിത്രത്തിലേക്ക് മാതൃഭൂമി ന്യൂസ് വീണ്ടും ഒന്ന് ക്യാമറ തിരിക്കുകയാണ്. നിലമ്പൂർ കോവിലകം പലപ്പോഴും കേട്ടറിവ് മാത്രമുള്ള ചരിത്രമാണ് നിലമ്പൂർ കോവിലകത്തിൻ്റേത്. അതോടൊപ്പം തന്നെ ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്തുകയാണ്, രാജേന്ദ്ര വർമ്മ. ഇന്ത്യൻ പരിസ്ഥിതി ചരിത്രത്തിൽ നിയമ പോരാട്ടങ്ങളുടെ പേരിൽ അറിയപ്പെട്ട ഗോദവർമ്മൻ തിരുമുൽപ്പാടിൻ്റെ മകൻ. അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറും അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ നിലമ്പൂർ കോവിലകത്തിൻ്റെ ചരിത്രം മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ ഈ നിലമ്പൂർ കോവിലത്തിൻ്റെ ചരിത്രം പാഠപുസ്തകങ്ങൾ പോലും അധികമില്ല. എന്താണ് നിലമ്പൂർ കോവിലം? ഇൻഫാക്ട് നിലമ്പൂർ കോവിലത്തിനെ കുറിച്ച് ഒരു എഴുതപ്പെട്ട ചരിത്രം എവിടെ ഉണ്ടായില്ല. പക്ഷെ ചില റെഫറൻസുകളും ചരിത്ര പുസ്തകങ്ങളും മാധവമേനോൻ്റെയും പിന്നെ ലോഗൻസ് മാനുവലിലൊക്കെ അവിടെ ഇവിടെയായിട്ട് ചില പരാമർശങ്ങളുണ്ട്. അത് മാത്രമേ ഇപ്പോൾ എഴുതപ്പെട്ട ചരിത്രം എന്ന് പറയുള്ളൂ. ഈ നിലമ്പൂരിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു ആ കാലത്ത്? അന്ന് നിലമ്പൂർ എന്നുള്ള പേരില്ല. കിഴക്കൻ ഏറനാടാണ്. നിലമ്പൂർ പിന്നെ വന്നാണ്. ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഇവിടെ അധികം മുളയും തേക്കുമുണ്ട്. മുളയ്ക്ക് നിലിംബം എന്നാണ് സംസ്കൃതത്തിൽ പേര്. അപ്പം നിലിംബങ്ങളുടെ മുളകളുടെ നാടുകളുടെ അർത്ഥത്തിലാണ് നിലിംബപുരി എന്നായിരുന്നു. അത് ലോപിച്ച് നിലമ്പൂരായതാണ്. ഇവിടെ ഇക്കോണമി കൊണ്ടുവരാൻ വേണ്ടി ഈ കൃഷി നടത്താൻ വേണ്ടി കാടൊക്കെ വെട്ടി തെളിയിച്ച് കൃഷി നടത്താൻ വേണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിംസിനെയും കച്ചവടം നടത്താൻ വേണ്ടി ഇന്നത്തെ തമിഴ്നാട് അവിടുന്ന് ചെട്ടിമാരെയും ഈ വെസൽസും ഇതൊക്കെ ഉണ്ട്. അന്ന് മൺപാത്രങ്ങളാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊശവന്മാരെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് എല്ലാ ചിലവും കൊടുത്ത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് ഈ മുസ്ലിം പോപ്പുലേഷൻ ഇങ്ങോട്ട് വരുന്നത്. അതെ, ആദ്യമായിട്ട് ഇത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവരികയാണ്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഒരു പടിപ്പുര കാണാം. അത് ഏത് കാലയളവിൽ നിർമ്മിച്ചതാണ്? അത് 1924 മാപ്പിളകാല കാലത്ത് ഇവിടുന്നുള്ള എല്ലാവരും ഇവിടെ മാറി താമസിച്ചു. ഇവിടെ കോലം പൂട്ടിയിട്ടു. ഒരു കൊല്ലം കോലകം അടച്ചു. പിന്നീട് വന്നിട്ടാണ് ഈ ഇപ്പോഴത്തെ പാറാവ് നമ്മൾ പറയുക പടിപ്പുര. 1924 ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള വീടുകളൊക്കെ കോലകങ്ങളാണ്. ഇന്ത്യൻ പരിസ്ഥിതി ചരിത്രത്തിൽ ഇപ്പം ഇന്ന് കാടുകൾ അല്പമെങ്കിലും അവശേഷിക്കുന്നത് താങ്കളുടെ പിതാവ് ഗോദവർമ്മൻ തിരുമുൽപ്പാടിൻ്റെ നിയമ പോരാട്ടങ്ങളിലൂടെയാണ്. അപ്പം പരിസ്ഥിതി ഒരു അഭിഭാഷകനായ ഒരാൾ എൻറോൾ ചെയ്യുമ്പോൾ അല്ലെ പഠിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചരിത്രമായിട്ടും സിലബസിലും ഒക്കെ ആയിട്ട് ഇത് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ കാടുകളെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഏർപ്പെട്ടു? പള്ളുവമ്പ്രം മുതൽക്ക് കർണാടകയിലെ ബന്ദിപ്പൂരുണ്ട്. ബന്ദിപ്പൂർ വരെയുള്ള ഏരിയ അന്ന് മുഴുവൻ കാടാണ്. അതൊക്കെ നിലമ്പൂർ കോവിലകത്തിന്റെ പൊസഷനിലാണ്. എൻ്റെ അച്ഛന് ഗൂഡല്ലൂർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കോഫി എസ്റ്റേറ്റ്. അപ്പോൾ ഇത് അധിക ദിവസം പോയി വരും. ആ പോണ സമയത്ത് ഈ നാടുകാണി ചുരത്തിലും ഗൂഡല്ലൂരിലൊക്കെ പണ്ട് നമ്മുടെ കാടായിരുന്നു. പിന്നെ ഗവൺമെന്റിനായി അവിടുന്ന് തേക്കും വീട്ടിയും മുറിക്കുന്നത് കണ്ടു. അപ്പൊ അച്ഛന് എന്ത് ചോദിച്ചാൽ അത് അച്ഛൻ്റെ വക്കീലോട് ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ മരം മുറിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ബാക്കി ഉണ്ടാവും, അത് നിർത്താൻ എന്തെങ്കിലും വഴിയുണ്ട്. അപ്പോൾ ഒരു പബ്ലിക് ലിറ്റിഗേഷൻ സൂട്ട് കൊടുക്കുക സുപ്രീം കോടതിയിൽ. എന്നിട്ട് അച്ഛനും വക്കീലും കൂടി ഈ മരം മുറിക്കുന്നതും ലോറിയിൽ കയറ്റുന്നതും ഒറ്റ ചെക്ക് പോസ്റ്റിലും അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തെളിവ് വെച്ചിട്ട് കൊടുത്തിട്ടാണ് ഈ കേസ് ജയിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എൻവയൺമെന്റ് കീപ്പ് ചെയ്യാൻ ഈ ഒരു കേസ് ബേസായി മാറി. എല്ലാ കൊല്ലം ധനു 4-ാം തീയതി ഇവിടെ പാട്ട അടിയന്തരം എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും അമ്പലമല്ല, കാവാണ്. ആനയിട്ട് എഴുന്നള്ളിച്ചിട്ട് ഈ അമ്പലത്തിലേക്കുള്ള വരവ്, അതാണ് ആഘോഷം. അവിടുന്ന് കൂടല്ലൂരിൽ നിന്ന് ഇപ്പോഴും പഴയ ആൾക്കാർ വരും. തോടന്മാര് മുതൽക്ക് ഇവിടെ കരുളായി റേഞ്ച് വനങ്ങളുണ്ട് നിലമ്പൂരിൽ. ഈ പാണന്മാര്, കുറുവന്മാര്, അങ്ങനെ കുറെ പേരുണ്ട്. അവരൊക്കെ അവിടെ വരും. ഈ ഗ്രൗണ്ടിലാണ് അവരന്ന് ടെന്റ് അടിച്ച് താമസിക്കും. ഈ കോവിലകത്തിനുള്ളിലെ അവശേഷിക്കുന്ന നിർമ്മിതികളൊക്കെ ആർക്കിടെക്ചറൽ വിസ്മയങ്ങളാണ്. ഒപ്പം ഒട്ടേറെ ചരിത്രങ്ങളും ഈ നിർമ്മിതികൾക്ക് പറയാനുണ്ട്. ശരിക്കും ഈ വീട് ആരുടെയാണ്? ഇതിപ്പോൾ കൃഷ്ണേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് സിനി ആക്ടറും ഗായകനും പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള കൃഷ്ണേന്ദ്രൻ്റെയാണ് ഇപ്പോൾ. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ കോവിലകം തമ്പുരാനും വലിയമ്പുരാനും ഗവൺമെൻറ് ഒഫീഷ്യൽസ് തമ്മിൽ പലപ്പോഴും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ആയിട്ട് എപ്പോഴും കൂടിക്കാഴ്ചയും ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും താമസിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ
വീടാണ് ശരിക്കും. ഒരു ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷ് ആർക്കിടെക്ചറാണിത് ചെയ്തിട്ടുള്ളത്. നിലമ്പൂർ കോവിലകത്തിന്റെ അതിർത്തി പങ്കിടുന്നത് ചാലിയറാണ്. മനോഹരമായൊരു സിനിമാറ്റിക് ലൊക്കേഷൻ. അതെ, ഇവിടെ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കുട്ടിക്കുപ്പായം എന്നുള്ള പ്രേംനസീർ ഷീലയുടെ ഒരു പാട്ടുണ്ട്, വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ. അത് മുഴുവനും ഇവിടുന്നാണ്. നിലമ്പൂർ ഇവിടെ കോവിലകം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിന് സുവർണ നദി ഇതാ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുത്തെ മണലിൽ ധാരാളം സ്വർണ്ണ തരികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇന്റീരിയറിൽ പോയാൽ, ഈ പുഴയുടെ ഇന്റീരിയർ കാട്ടിനുള്ളിൽ പോയ ആളുകൾ ഇപ്പോഴും ഈ സ്വർണ്ണം അരിച്ചെടുക്കില്ല. ഒരു പ്രത്യേക തരം മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കോണിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് മരത്തിൻ്റെ. അതൊന്നും ഇങ്ങനെ മണൽ കോരിയിട്ട് പതുക്കെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പം ഡെൻസിറ്റി കൂടുതലാണ് സ്വർണ്ണം അവിടെ വന്നിട്ട് മണലൊക്കെ പോകും. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്താൽ 2, 3, 4 തരി കിട്ടും. അങ്ങനെ ഇപ്പോഴും ആളുകൾ എടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മ ചെറുപ്പക്കാലം മുതൽക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ മണികൾ കൊണ്ട് കാതിൽ തോട ഉണ്ടാക്കി സ്വർണ്ണത്തിൽ. ഇതാണ് വലിയ കോവിലകം. ഇവിടെയാണ് വലിയ തമ്പുരാൻ, അതായത് നിലമ്പൂർ കോവിലകത്തിന്റെ അധിപൻ താമസിച്ചിരുന്നത്. അതോടൊപ്പം ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളും ഈ കോവിലകത്തിനുണ്ട്. 1955 പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കും ഈ കോവിലകം സുപരിചിതമാണ്. ഫാസിലിൻ്റെ എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന സിനിമയിൽ ലൊക്കേഷനായിട്ടും ഈ കോവിലകം വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആരാണ് ഇവിടെ താമസിച്ചിരുന്നത്? ഇവിടെ മാനവേദൻ രാജ എന്നുള്ള അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിച്ചിരുന്ന വലിയ തമ്പുരാൻ. അദ്ദേഹം വളരെ പോപ്പുലർ ആയിരുന്നു. മാത്രമല്ല ഏറ്റവും ജനസമ്മതനായിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം അന്നത്തെ കാലത്തെ MLC കൂടിയായിരുന്നു. ഇന്നത്തെ MP തുല്യമായിട്ടുള്ള സ്ഥാനം. അദ്ദേഹമാണ് ഇവിടെ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള പരിവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ സ്കൂളില്ലാത്ത സമയത്ത് LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ സ്വന്തം ചെലവിലുണ്ടാക്കി. LP UPക്ക് വേണ്ട സ്ഥലവും മെറ്റീരിയലും കൊടുത്തു. ശരിക്കും ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇത് ശരിക്കും വലിയ കോവിലകം പണ്ട് 16 കെട്ടായിരുന്നു. 4 കെട്ട് എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ? അങ്ങനെ 4 കെട്ട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. തികച്ചും കേരള ആർക്കിടെക്ചറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മലയാളികൾ കണ്ടിരിക്കുന്ന ഒരു പക്ഷേ എന്നെന്നും കണ്ണേട്ടനിലും പിന്നെ കളക്ടർ മാലതി എന്ന് പറഞ്ഞിട്ട് പണ്ട് പ്രൈം മിനിസ്റ്റർ അംബിക, പഴയ അംബികല്ലേ, അവരുടെയൊക്കെ സിനിമ ഉണ്ടായിരുന്നു. അതും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തു. ഇതൊക്കെ ആ കാലത്ത് തന്നെ ഉണ്ടാക്കിയത്. ഈ ടൈലൊക്കെ ഇതൊക്കെ ഇറ്റാലിയൻ ടൈൽസ് ആണ്. ഇതും ഇത് സെയിം ടൈൽസ് ആണ് മൈസൂർ പാലസിലുള്ളത്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഏത് സാഹചര്യത്തിൽ ഇവിടെ താമസിച്ചു? നെഹ്റു ശരിക്ക് അന്ന് ഇവിടെ കേരളത്തിൽ വന്നത് ചെറുതുരുത്തി കലാമണ്ഡലത്തിലെ ഒരു ഒഫീഷ്യൽ എന്തോ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ അന്നത്തെ വലിയ തമ്പുരാൻ ഒരു പേഴ്സണൽ ലെറ്റർ, ഒരു ഇൻവിറ്റേഷൻ നെഹ്റുവിൻ്റെ ഓഫീസിലേക്ക് അയച്ചു. ഇതുവരെ വന്ന സ്ഥിതിക്ക് നിലമ്പൂരും കൂടി ഞങ്ങളുടെ കോവിലകം സന്ദർശിച്ചാൽ ഞങ്ങൾക്കതൊരു ബഹുമതിയാകും, അപ്പോൾ വി ആർ ഇൻവൈറ്റിംഗ് യു എന്ന് പറഞ്ഞിട്ട് എഴുതി. അതിന് റെസ്പോണ്ട് ചെയ്തു, ഞങ്ങൾ വരാമെന്ന്. അപ്പോൾ അവൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തി നെഹ്റുവിനെ ഒരു പ്രൈം മിനിസ്റ്റർ സ്വീകരിക്കാനുള്ള രീതിയിലെല്ലാം അറേഞ്ച്മെന്റ്സ് ചെയ്തു. തികച്ചും അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ വിസിറ്റ് ആയിരുന്നു ഇവിടെ വന്നത്. നെഹ്റു വിശ്രമിച്ച സ്ഥലമാണ്. ഇതാണ് 1955 ഡിസംബർ 27 കൃത്യം ഡേറ്റാണ് വിശ്രമിച്ച കട്ടിൽ. ഈ കാണുന്ന കെട്ടിടം അത് പണ്ടത്തെ ബില്യാർഡ്സ് ഹാളാണ്. അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ബിൽഡിംഗ്. ഇത് ഒരുപാട് പഴക്കമുള്ള സാർ? ഇത് പണ്ടത്തെ ബെൽജിയൻ മിററാണ്. അതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളതെന്ന് പറയും. നിലമ്പൂരിൽ ഒരു വിമാനാപകടം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെന്നേ. വിമാനം തലകുത്തി വീണത് എങ്ങോട്ടാണെന്നറിയണ്ടേ? അതും ഒരു ചാണകക്കുഴിയിലേക്ക്. അതുപോലെ മലപ്പുറം ജില്ലയിലെ ചേളാരിയിലും ഒരു വിമാനാപകടം ഉണ്ടായിട്ടുണ്ട്. ഈ 2 അപകടങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തിയത് രാജേന്ദ്രവർമ്മ സാറും അദ്ദേഹത്തിൻ്റെ പിതാവ് ഗോദവർമ്മൻ തിരുമുൽപ്പാടുമാണ്. ഈ 2 അപകടങ്ങളുടെയും ചിത്രങ്ങൾ ഇന്ന് നിലമ്പൂർ കോവിലകത്തിൻ്റെ ചരിത്രമാണ്. എങ്ങനെയാണ് ആ അപകടങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞത്? അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫി എക്സ്പേർട്ട് പറയാൻ വയ്യ, അച്ഛൻ്റെ പാഷനായിരുന്നു.
അപ്പോൾ എപ്പോഴും ഒരു ക്യാമറ ലോഡ് ചെയ്ത് കയ്യിലുണ്ടാവും. അപ്പോൾ 1960 നാഗ്പൂർ ഫ്ലൈയിങ് ക്ലബിൻ്റെ 2 സീറ്റർ ബൈപ്ലെയിനാണ്. അത് കൊച്ചിയിൽ നിന്ന് നാഗ്പൂർക്ക് തിരിച്ചു പോവുക. പോണ വഴിക്ക് ആ പ്ലെയിനിൻ്റെ നാവിഗേഷൻ മെക്കാനിസവും അതൊക്കെ ഓഡിയോ അതൊക്കെ തകരാറിലായി എന്നാണ് പറഞ്ഞത്. കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂർ വന്ന് കൊച്ചി അവിടേക്ക് പോവുക. എന്നിട്ട് അതെങ്ങനെയാ വെച്ചാൽ റെയിൽവേ ട്രാക്ക് നോക്കി പോകാൻ പറ്റും. ഷൊർണൂരിൽ നിന്ന് ഈ കൊച്ചിയിലേക്ക് പോണതിന് പകരം അത് നേരെ നിലമ്പൂർ ട്രാക്കിലേക്ക് വന്നു. അവർ തെറ്റിപ്പോയി. അങ്ങനെ നിലമ്പൂർ എത്തിയപ്പോൾ ദാറ്റ്സ് എ ഡെഡ് എൻഡ്. പിന്നെ അവിടെ നിന്ന് റെയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് സംഭവം പാളിയെന്ന് മനസ്സിലായി. അപ്പോൾ അവർ അപ്പോഴേക്കും ഫ്യൂല് കുറയാൻ തുടങ്ങി. ഒരു ക്രാഷ് ലാൻഡിങ് വേണമെന്ന് ഉറപ്പ് വന്നു. എന്നിട്ട് നിലമ്പൂരിൽ നിന്ന് ചുറ്റും നോക്കിയപ്പോൾ നിലമ്പൂർ കാളികാവ് റോഡ് ഒരു സ്ട്രെച്ച് വളരെ വിജനായിട്ട്, അന്ന് അധികം ട്രാഫിക് ഒന്നുമില്ല. അപ്പോൾ സ്ട്രെയിറ്റ് റോഡാണ്. ഫൈനൽ ലാൻഡിങ്ങിന് വേണ്ടി താണു വന്നപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ഒരു ബാൺ, ഈ വൈക്കോലും ഇതൊക്കെ ഉണ്ട്, അതുപോലെ പശുക്കളുടെ തൊഴുത്തൊക്കെ ഉണ്ട്. അതിൻ്റെ ചിറക് ഈ പുളിയുടെ കൊമ്പിൽ തട്ടിയിട്ട് നേരെ ഹെഡ്ലോങ് ആയിട്ട് അങ്ങോട്ട് വീണു. നല്ല കാലത്താണ് വീണത്. ആ തൊഴുത്തിൻ്റെ പിന്നിലുള്ള ചാണകക്കുഴിയാണ്. നേരെ ആ കുഴിയിലേക്ക് മൂക്ക് കുത്തിയിട്ട് ആ ബിൽഡിങ് അന്ന് ഓലമേഞ്ഞ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചാഞ്ഞായിട്ട് നിന്നു. ആ 2 പൈലറ്റും ചെറിയ മൈനർ ഇഞ്ചുറീസ് രക്ഷപ്പെട്ടു. അപ്പൊ ഈ നേരെ നിറച്ച് ചാടാൻ നിൽക്കുന്ന കുഴിയിലേക്കാണ് അത്ര വീണത്. അപ്പൊ ഇത് ഈ ന്യൂസ് കേട്ടപ്പോൾ അച്ഛൻ്റെ കേട്ടു. അപ്പൊ അച്ഛൻ്റെ അപ്പൊ അച്ഛൻ ഇത് വേഗം ബൈക്ക് എടുത്തിട്ട്, ക്യാമറ എപ്പോഴും ലോഡറാണ്, വേഗം അവിടെ പോയി. എന്നിട്ട് അത് 4-5 ഫോട്ടോസ് എടുത്തു. അതാണ് ഇപ്പൊ ഇതിലുള്ള ഈ ഫോട്ടോസ്. ഈ ഇവിടെ പിന്നെ ഒന്ന് ചേളാരിയിൽ ഇപ്പോഴത്തെ ഹിന്ദു പേപ്പറിൽ അതിൻ്റെ മലബാർ ഡിസ്ട്രിബ്യൂഷൻ, അത് മധുരയിൽ നിന്ന് പ്ലെയിനിൽ കൊണ്ടുവന്നിട്ട് ഈ ചേളാരി ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം എയർ സ്ട്രിപ്പ് ഒന്നുമില്ല. ന്യൂസ് കേട്ടു ഈ ചേളാരിയിൽ ഒരു ആക്സിഡന്റ്, പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ആക്സിഡന്റ് ഒന്ന് കണ്ടുവരിക. അങ്ങനെ പോവാന്നിട്ട് വീണിട്ട് മൂക്ക് കുത്തിയിട്ട് ഫ്രണ്ട് അങ്ങനെ കത്തിപ്പോയി. ആ 2 പൈലറ്റും കോ പൈലറ്റും മരിച്ചു. കുറച്ച് ദൂരെ നിന്നിട്ട് ഒരു പറങ്ങിമാവൻ തോട്ടത്തിന്റെ ഇടയിലാണ് ഒന്ന് വീണിട്ടു. അപ്പൊ അത് ഞാനന്ന് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അത് പ്രത്യേകിച്ചൊന്നുമില്ല. അത് കണ്ടപ്പോൾ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് പോയി. ചരിത്രമായി. പക്ഷെ അത് രണ്ടും ചരിത്രമായിരുന്നു. നിലമ്പൂർ കോവിലകത്തിന്റെ ചരിത്രമെന്നത് നിലമ്പൂരിന്റെ വികസനത്തിന്റെ ചരിത്രം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ കുറച്ചേ ചരിത്രം പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ക്യാമറമാരായി നിഖിൽ ജോസഫിനും ബിനു പാമ്പയ്ക്കും ബിനീഷിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.